മരിച്ചു പോയതുകൊണ്ട് ഞാൻ അതേപോലെ പറയുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നേ പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് മിനു മുനീർ അല്ലെങ്കിൽ മിനു പ്രിയ, മിനു കേസിയോ മിനു സംതിങ് എന്തോ ഒരു കുന്ത്രാണ്ടം, മിനു ചേച്ചി അല്ലെങ്കിൽ ബിനു ചേച്ചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പേരുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക്. ആളാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് 2 ദിവസങ്ങൾക്ക് മുന്നേ ഈ മിനു മുനീർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആക്ടറും അതുപോലെ തന്നെ ഡയറക്ടറും ആയിട്ടുള്ള ബാലചന്ദ്രൻ മേനോനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ സിനിമയിൽ അഭിനയിക്കാനെങ്ങാനും പോയ സമയത്ത് രാത്രി റൂമിലോട്ട് വിളിപ്പിച്ചു എന്നോ അർദ്ധരാത്രിക്ക് റൂമിലോട്ട് വിളിപ്പിച്ചു എന്നോ ഒരു 3-4 ലേഡീസിനെ നഗ്നരായിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. ഇയാൾ എല്ലാവരെയും മാറി ഒരാൾ മാറും അടുത്ത ആളെന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 പെൺകുട്ടികളെ ഇയാൾ യൂസ് ചെയ്യായിരുന്നു, സെക്ഷലി യൂസ് ചെയ്യായിരുന്നു എന്നൊക്കെയാണ് മിനു മുനീർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ തുടർന്ന് ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഇതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറയുന്നൊരു കാര്യം, ഈ മിനു മുനീറിൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ മിനു മുനീറിൻ്റെ ക്യാരക്ടറും വെച്ചിട്ട് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമാവാൻ വഴിയില്ല, വെറുതെ എല്ലാവരെയും കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. ഈ ലേഡിനെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രായപൂർത്തിയാവാത്ത സ്വന്തം റിലേഷനിൽപ്പെട്ട ഏതൊരു പെൺകുട്ടീനെ സിനിമാ മോഹങ്ങളൊക്കെ ആയിട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആർക്കൊക്കെ കൊണ്ടുപോയി കാഴ്ചവെച്ചു എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ആരോപണങ്ങളൊക്കെ ഈ ലേഡിക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലേഡി പറയുന്നതൊന്നും സത്യമാവാൻ വഴിയില്ല എന്നൊക്കെയാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം മറ്റൊന്നാണ്. പിന്നെ ഈ മിനുവിനെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണമായിരുന്നു, പുള്ളിക്കാരൻ്റെ ഏതോ ഒരു രക്തബന്ധത്തിൽപ്പെട്ട, അതായത് അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളോ അങ്ങനെ എങ്ങാനും ആരെ ഒരാളെ സിനിമ വാഗ്ദാനം ചെയ്തിട്ട് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടീനെ പലർക്കും കാഴ്ചവെച്ചു എന്നുള്ളത്. പെൺകുട്ടിയുടെയും ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലി സെറ്റപ്പൊക്കെ വളരെ മോശമാണ്. സ്വന്തം റിലേഷനിൽപ്പെട്ട പെൺകുട്ടി ആയിരുന്നാൽ തന്നെയും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അത്ര ശരിയല്ല. അവർ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, എന്ത് കള്ളക്കേസും അവർ കൊടുക്കാൻ വേണ്ടി, ആർക്കെതിരെ കൊടുക്കാൻ വേണ്ടി അവർ റെഡി ആയിരിക്കും എന്നൊക്കെ രീതിയിലാണ് മിനു മുനീർ പറയുന്നത്. അതിനെതിരെ കുറേ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ മിനു മുനീറിൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ ചെറിയൊരു വീഡിയോ ഇവിടെ കേൾപ്പിക്കാം. സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാവരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ, ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. ഓക്കെ, ഇത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മിനു മുനീർ എന്ന് പറഞ്ഞൊരു വ്യക്തി പല ആൾക്കാരുമായിട്ടും സിനിമാ മേഖലയിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ടും ഈ ഒരു ഫിസിക്കൽ റിലേഷൻ വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീണ് കിട്ടിയ അവസരം മുതലാക്കുക എന്ന് പറഞ്ഞ പോലെ മിനു മുനീർ പൈസയ്ക്ക് വേണ്ടിയിട്ടാവാം, ചിലപ്പം ഒരാളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാവാം, എന്നാ നിലത്തില്ല, അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളാവാം, ഒരു കാലത്ത് ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇപ്പം എനിക്കിങ്ങനെയൊക്കെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുണ്ട്, ഇന്ന ആൾക്കാരാണ് എന്നെ യൂസ് ചെയ്ത് എന്നുള്ള തുറന്നു പറച്ചിലുകളും ആവാം, അറിയത്തില്ല. എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച വെച്ച് ഓരോ ആൾക്കാരുടെ പേരാണ് മിനു മുനീർ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മിനു മുനീറിനെ ഒതുക്കി കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും പേരുകൾ പിന്നെ പുറത്തു വരാൻ പോകുന്നില്ല. കാരണം മുദ്ര കുത്തപ്പെടും. മിനു മുനീർ അല്ലേ, മിനു മുനീർ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, അവൾ പറഞ്ഞൊക്കെ കള്ളമാണെന്നുള്ള രീതിയിൽ സമൂഹം അവളെ മുദ്ര കുത്തും. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന കേസുകളാണോ ഇതും എനിക്ക് സംശയമുണ്ട്. ഈ മിനു എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അളക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വത്തിനുടമയാണ് ഈ ലേഡി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരൻ്റെതായ കുറേ കൂതൽ സ്വഭാവങ്ങളും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാവാം. പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് ഇത്. ഇപ്പം ബാലചന്ദ്രൻ മേനോൻ്റെ ഇഷ്യൂ ആയാലും അതുപോലെ തന്നെ പുള്ളിക്കാരി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ആക്ടേഴ്സിൻ്റെ പേര് കൂടെയൊക്കെ ഇതിനകത്ത് എടുത്തിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യങ്ങളായിരുന്നിരിക്കാം. എന്ത് തന്നെ ആയാലും ഇങ്ങനൊരു സംഭവം അത് പീഡനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും, 2 ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, രണ്ടുപേരും കൂടി പരസ്പര സമ്മതത്തോടെ ചെയ്തൊരു പ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ അതിന് പീഡനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പീഡനം എന്നൊക്കെ പറയുന്ന സമയത്ത് 2 പെണ്ണിനെ ഒരാണ് ഫോഴ്സ്ഫുള്ളി സെക്ഷലി ഇന്റർകോഴ്സ് ചെയ്യുന്നതിനാണ് പീഡനം എന്നൊക്കെ പറയുന്നത്. പിടിച്ചു വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെയാണ് പീഡനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ മിനു മുനീറിൻ്റെ കേസിൽ പീഡനമൊന്നും ആയിരിക്കത്തില്ല. രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ധാരണേൻ്റെ പുറത്ത് ചെയ്തൊരു പ്രവൃത്തി ആയിരുന്നിരിക്കാം. അന്ന് മിനു മുനീറിന് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഇനി ഫെയിമിന് വേണ്ടിയിട്ടാണോ, കാരണം സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞത് അന്നത്തെ കാലത്ത് വലിയൊരു കാര്യം തന്നെയാണ്.
അപ്പം ആ ഒരു പൈസയ്ക്കോ ഫെയിമിനോ വേണ്ടിയിട്ട് അന്ന് അവർക്ക് ചിലപ്പം നിർബന്ധപൂർവ്വം നിന്ന് കൊടുക്കേണ്ടി വന്നതായിരിക്കാം. എങ്കിൽ പോലും അത് ഫോഴ്സ്ഫുള്ളി പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല. പൈസയ്ക്കും ഫെയിമിനൊക്കെ വേണ്ടി നിന്ന് കൊടുക്കേണ്ടി വന്നതായിരിക്കാം. പക്ഷേ കാലക്രമേണ ഇവർക്കതൊന്നും പുറത്തു പറയാൻ പറ്റാതെയായി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണമുള്ളവൻ്റെ കയ്യിലാണ് എന്നും പോലീസും നിയമങ്ങളും കോടതിയും കോർട്ടും ഒക്കെ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ പേടിച്ച് തന്നെ ആരെങ്കിലും വകവരുത്തി കളയോ അല്ലെങ്കിൽ തൻ്റെ സിനിമാ മേഖലയിലുള്ള ചാൻസൊക്കെ എല്ലാവരും നശിപ്പിച്ച് കളയോ തൻ്റെ കരിയർ ഇല്ലാതാക്കി കളയോ എന്നൊക്കെയുള്ളൊരു ഭയത്തിലായിരിക്കാം മിനു എന്ന് പറഞ്ഞ വ്യക്തി അന്ന് മിണ്ടാതിരുന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നേ പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ടാവാം. സിനിമാ മേഖലയിൽ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന വ്യക്തികളാണ് അന്ന് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന വ്യക്തികളാണ് ഞങ്ങളെ ആ രീതിയിൽ അന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇന്ന് പുള്ളിക്കാരത്തെ ജസ്റ്റ് വെളിപ്പെടുത്തുന്നതും ആയിരിക്കും. പുള്ളിക്കാർ ഇതിനൊക്കെ പറയുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങൾ അനുഭവിച്ചു, പക്ഷേ ഇനിയെങ്കിലും പെണ്ണിൻ്റെ ശരീരം കൊടുത്ത് സിനിമയിൽ അഭിനയിക്കേണ്ട ഗതി ഓരോ ലേഡിക്കും വരരുത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ ഇപ്പം ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നതാണ് ഈ മിനു എന്ന് പറഞ്ഞ ലേഡി അവകാശപ്പെടുന്നത്. ഇന്ന് റീസെൻ്റ് ആയിട്ട് മലയാളി വാർത്ത എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനകത്ത് ഇവരുടെ കുറച്ച് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. നമുക്കത് കണ്ടുവെക്കാം. പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാലും നമുക്കൊന്നും കൂടി കേട്ടു വെക്കാം. കുറേ പേര് രണ്ടാമത് പോയപ്പോൾ കുറേ പേര് ആ റൂമിനകത്ത് ബെഡ്റൂമിൽ കിടക്കുന്നത് 3 പെൺകുട്ടികൾ വസ്ത്രമൊന്നും ഇല്ലാണ്ട് ഇദ്ദേഹവും നഗ്നനായിട്ടിരിക്കുന്നു. 4 പേര്. അതെ, ഇങ്ങനെ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ, എന്നാ കണ്ടോ, ഇവിടെ ഇരുന്ന് വാച്ച് ചെയ്ത് കണ്ടോളാം, എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ ഡോറിൻ്റെ അകത്തോട്ട് പോലും കയറി. ഇത് കണ്ടപ്പോൾ ഞാൻ സത്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവം ഇങ്ങനെ. ആർക്കും നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാവും. നമ്മൾ കാണുമ്പോൾ കണ്ണും കൊണ്ട് കാണുമ്പോൾ ഞാൻ പറയാം, അയ്യോ എനിക്കിതൊന്നും കണ്ട, അവിടെ ഇരിടോ ഞാൻ പറഞ്ഞു, ഞാൻ പോവാം. അത്രയും ഞാൻ നോക്കും. 3 ആണുങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരാന്നും കൂടെ എനിക്ക് കുട്ടികൾ ഭയങ്കര ചിരിയാണ്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചിരിയാണ്. 3 കുട്ടികളും ചിരിയാണ്. അവരും ഇരിക്കുന്ന ആണ്. ബാലചന്ദ്ര മേനോന്റെ തന്നെ ഏതൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് രാത്രിയാവുന്ന സമയത്ത് മിനു മുനീറിന്റെ റൂമിലോട്ട് വിളിച്ചു. അപ്പൊ ഡയറക്ടർ അല്ലേ വിളിക്കുന്നത്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ജസ്റ്റ് പോയി നോക്കിയ സമയത്ത് 3 പേരെ നഗ്നരാക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരെയും മാറി മാറി ഇന്റർകോഴ്സ് ചെയ്യായിരുന്നു എന്നൊക്കെയാണ് ഈ പുള്ളി അവകാശപ്പെടുന്നത്. അറിയത്തില്ല, ചിലപ്പം സത്യമായിരിക്കാം, സത്യമല്ലാന്നൊന്നും എനിക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. ചില സത്യങ്ങൾ ഉണ്ടാവാം ഇതിനകത്ത്. ഇനി അടുത്തൊരു കാര്യം കേട്ടു നോക്കാം നമുക്ക്. തൻ്റെ ഫ്രണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഫോൺ എടുക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ പുള്ളിക്കാരും പറയുന്നു, അവിടെ ഇങ്ങോട്ട് പാടും, എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇനി നടത്തിയത് എന്താണോ, നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. എന്നാലും അരച്ചരച്ച് ഞാൻ അവിടെ 3ാമത് അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നല്ല സാരിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഫ്രണ്ടായിട്ട് ആളെ സാരി തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ലൊക്കേഷനിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാനും സാരി വേഷം. അപ്പോൾ ഞാനവിടെ കയറി ചെന്ന് എന്ത് ഞാനിങ്ങനെ കയറി ചെന്നപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് അവിടെ പോയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പല സ്റ്റൈലിലും അതെ ഞാൻ ഇന്ന് വിളിച്ചത് ആ സ്റ്റൈലൊക്കെ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഒന്ന് ഡ്രസ്സോ വ്യവസ്ഥയാവും, 2 പേരും എനിക്ക് കാണണം, നിങ്ങൾ 2 പേരും പരസ്പരം ഒന്ന് കിസ്സൊക്കെ ചെയ്ത് ഞാനൊന്ന് കാണട്ടെ. ഞങ്ങളോട് അന്തം വിട്ട്, അയ്യോ ഞാൻ അന്തം കേൾക്കുമ്പോൾ ഞാൻ ഇതെന്താ ഇവിടെ എനിക്ക് തോന്നി, ദൈവം 3ാമതും പെട്ടല്ലോ. 2ാമത്തെ എങ്കിലല്ലേ പറഞ്ഞു. ഞാൻ കുറേ നിർബന്ധിച്ചു ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം പുള്ളിക്കാരൻ അങ്ങ് വ്യവസ്ഥനായി. പുള്ളിക്കാരൻ അങ്ങ് കൺട്രോളില്ല, പുള്ളിക്കാരൻ അങ്ങ് വ്യവസ്ഥനായിട്ട് പുള്ളി ഞങ്ങൾ 2 പേരുടെ മുമ്പിലിരുന്നുകൊണ്ട് പുള്ളിക്കാരൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇരുന്നു, ഇങ്ങനെ പുള്ളിക്കാരൻ ചിരിക്കുമോ അതിലേക്കാണ് ഇറങ്ങി ചിരിക്കുന്നു പുള്ളിക്കാർ. അപ്പം ഞമ്മ പോയാലോ അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ അയാളെ നോക്കുന്നില്ല, അയാൾ ഇവിടെ ഞങ്ങൾ ഫ്രണ്ട് നിന്നുണ്ട്. രക്ഷപ്പെടുന്ന അങ്ങനെയല്ല, പെട്ടുപോയി. ഞങ്ങൾ 2 പേരും പെട്ടുപോയി. ഞങ്ങൾ 2 പേരും ഇരിക്കുവാണ്. എന്താ ചെയ്യണ്ട? അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ കാലം ഇങ്ങനെ വെക്കുന്നുണ്ട്, പോ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇയാളോട് എന്നിട്ട് ഞങ്ങൾ സ്കല്ലം വന്നപ്പോഴത്തേക്കും കുറച്ച് ലേശം അങ്ങോട്ട് പുള്ളിക്കാരുടെ സാരിയിലും വീണിട്ട് എൻ്റെ സാരിയിലും വീണു. 2 പേരുടെ ഇവിടെ ആയിട്ട് വീണു. പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞാൻ പറഞ്ഞു, സാറേ ഇനി എന്നെ ഇങ്ങനത്തെ കാര്യം എന്നെ വിളിക്കരുത് കേട്ടോ. അപ്പൊ സംഭവം കേട്ടല്ലോ അല്ലേ? ഞാനിത് പ്രത്യേകിച്ചും എടുത്ത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും കേട്ടതാണല്ലോ. ഇത് ആദ്യത്തെ തവണ 3 ലേഡീസിനെ ഭോഗിക്കുന്നൊക്കെ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ്
പിന്നെയും അർദ്ധരാത്രിക്ക് മിനുവിനൊന്ന് കാണണം, നിന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ രീതിയിൽ പുള്ളിക്കാരൻ ബാലചന്ദ്രൻ മേനോൻ റൂമിലോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് വിവസ്ത്രയാവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ സമ്മതിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ സ്വയം നഗ്നനായിട്ട് മാസ്റ്റർബേഷനൊക്കെ ഇവരുടെ മുന്നിൽ വെച്ച് ചെയ്തു. അതങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരി ഓർത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നാലും വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണെങ്കിലും ഈ മിനു മുന്നിൽ ഇതൊന്നും മറന്നിട്ടില്ല എന്നാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഇത് എക്സാക്ട് ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിലും ചില സത്യങ്ങൾ ഉണ്ടായിരിക്കാം. പുള്ളിക്കാരൻ്റെതായ കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതും സത്യം തന്നെയാണ്. പക്ഷെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. നമുക്കിങ്ങനെ സിനിമാ ഫീൽഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല. ഇങ്ങനത്തെ മസാല കഥകളും റിലേറ്റഡ് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ആദ്യമായിട്ടൊരു പെൺകുട്ടി അഭിനയിക്കാൻ പോകുന്നു. ആ പെൺകുട്ടിക്ക് ആദ്യം തന്നെ ഒരു ദുരനുഭവം നേരിട്ട് കണ്ടു. ലൈഫിൽ നമ്മളാരും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം ഈ പെൺകുട്ടി നേരിട്ട് കണ്ടു ആ റൂമിൽ വെച്ചിട്ട്. ശരിക്കും ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ഇതിനകത്തോട് പോയി ചാടാൻ താല്പര്യമില്ല എന്ന് മനസ്സിൽ അതിതീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് ചെയ്യുക, അല്ലേ? ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവരെന്ത് ചെയ്തു? അവിടെ പിന്നെയും പിടിച്ചു നിന്നു. അതിനിവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരേതൊരു കായിക താരങ്ങാനായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ, അന്ന് ഇതുപോലെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും അത്ര സുലഭമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഏതോ മാസികയിലോ വാരികയിലെങ്ങാനും ഇവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കായിക താരം മിനു മുനീർ അല്ലെങ്കിൽ മിനു പ്രിയ എന്നൊക്കെ പറഞ്ഞ വ്യക്തി സിനിമാരംഗത്തോട് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇവരുടെ സിനിമയിലേക്കുള്ള ഒരു എൻട്രിക്ക്. അതുകൊണ്ട് പെട്ടെന്ന് ഇവർ സിനിമ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കരിയറിനെ അല്ലെങ്കിൽ ഇവരുടെ പേരിനെ മോശമായി ബാധിക്കുമോ, അതല്ലെങ്കിൽ ഇവർ ഒരുപാട് മീഡിയാസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ സിനിമയിൽ വരുന്നു പറഞ്ഞിട്ട് തിരിച്ചു പോയത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യേണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നതെന്നാണ് മിനു മുനീർ അവകാശപ്പെടുന്നത്. പക്ഷെ അതിൽ സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ ഒരു റീസൺ ആണോടെ? എനിക്കത് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല സത്യം. നിങ്ങൾ സിനിമയിൽ നിന്ന് കിട്ടുന്ന പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റും തയ്യാറായിരുന്നു എന്നതാണ് ശരിക്കും വസ്തുത. കാരണം അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അല്ലേ? ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിട്ടുപോരാം. നമ്മളെ ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല, ഞാൻ ലീവ് ചെയ്യാമെന്നല്ല അവിടെ നിന്ന് പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ പിടിച്ചു നിന്നു. പിന്നെയും പിന്നെ ഒന്നല്ല പല പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ബാലചന്ദ്രൻ മേനോന്റെ കയ്യിൽ നിന്നുണ്ടായതാണ് നിങ്ങൾ ഈ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ പിടിച്ചു നിന്നു? അതിന് നിങ്ങൾ പറയുന്ന മുട്ടായത്തിൽ ന്യായമൊന്നും ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് നിങ്ങൾ പറയുന്ന ന്യായീകരണങ്ങളൊന്നും തന്നെ ന്യായീകരിക്കാവുന്ന ന്യായീകരണങ്ങളൊന്നും അല്ല. വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഇത് തുറന്നു പറയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള അവസരം ലഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവർ ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ലാസ്റ്റ് നടത്തിയിരുന്നു. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ട സമയത്ത്. ഈ പെൺപുള്ളിക്ക് എൻ്റെ വട്ടാണ് ഇപ്പം ഇതൊക്കെ വന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പുറകെ എന്തൊക്കെ വള്ളിക്കെട്ട് വരും, ഇതൊക്കെ ഒരു ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കേട്ടപ്പോൾ ചിന്തിച്ചു പോയിരുന്നു. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. അങ്ങനെ സിനിമ എല്ലാം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി കയ്യിലൊരു മുല്ലപ്പൂവൊക്കെ ചുറ്റിട്ട്, മിനു ഇന്ന് ഞാൻ അവളുടെ അടുത്തോട്ട് പോവുകയാണ്, ഒരു മുഖ്യ നടിയുടെ അടുത്തോട്ട്. പേര് പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ആണ്. ഈ മിനു മുനീറിന് 30 ദിവസത്തെ സിനിമ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ ബാലചന്ദ്രൻ മേനോന്റെ സിനിമയ്ക്കകത്ത്. അപ്പോൾ അതിന്റെ അവസാനം എത്തുന്ന സമയത്ത് ഏതൊരു ദിവസം ബാലചന്ദ്രൻ മേനോൻ കയ്യിൽ മുല്ലപ്പൂവൊക്കെ ചുറ്റിക്കൊണ്ടുവന്നിട്ട് ഇവരോട് ഞാൻ അവരുടെ അടുത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് മിനു മുനീറിനോട് പറഞ്ഞു എന്നാണ് മിനു മുനീർ പറയുന്നത്. അത് അവതാരകൻ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ആയ സമയത്ത്, ഏത് ആക്ട്രസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ടോന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ആക്ട്രസിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയണ്ട, നിങ്ങൾ തന്നെ കണ്ടുപോക്ക്. ആരാണ് നടി എന്ന് പറയാൻ പറ്റുമോ മാഡത്തിന്? നടി ലെനയാണ്. ലെനയുടെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടാണ്. കണ്ടോ എന്ത് കൂളായിട്ടാണ് മറുപടി പറഞ്ഞത്. അത് ലെനയാണെന്നാണ് പുള്ളിക്കാരി ഇപ്പൊ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സത്യമാണോ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അത് കള്ളാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം മിനു മുനീർ അത്ര കോൺഫിഡൻസോടുകൂടിയാണ് പറയുന്നത്, അല്ലേ? കാരണം ബുദ്ധിയുള്ള ഒരാൾക്കാണ് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ പുറകെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ ഒരുപാട് കോൺസിക്വൻസസ് പുള്ളിക്കാരിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും വകവെക്കാതെ അതൊക്കെ സത്യമാണെന്നുള്ള രീതിയിലാണ് മിനു മുനീർ ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, ബാലചന്ദ്രൻ മേനോനും അതുപോലെ തന്നെ ഈ ലെനയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ആ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെന്നാണ് മിനു മുനീർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം സത്യങ്ങൾ ഉണ്ടായിരിക്കാം, അറിയില്ല. ഇനി ഇത് അടുത്ത എക്സ്ക്ലൂസീവ് ന്യൂസ് മിനു മുനീർ പുറത്തു വിട്ടിട്ടുണ്ട്. മരിച്ചു പോയിട്ടുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കലാകാരൻ കലാഭവൻ മണിക്ക് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള ജാഫർ ഇടുക്കി മിനു മുനീറിനെ കൂട്ടിക്കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ, പെണ്ണുമ്പളിക്ക് വട്ടാണോ എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടു നോക്ക് എന്തായാലും. പിന്നെ കലാഭവൻ മണി അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ഞാൻ അതേപോലെ പറയുന്നില്ല. ഈ ജാഫർ എന്നെ കലാഭവൻ മണിക്ക് കൊണ്ട് കൂട്ടിക്കൊടുത്തു. കണ്ടോ,
ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് സെക്കൻഡ് പാർട്ടിൽ ഇറങ്ങുന്നതാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പറയത്തില്ല. മിനു മുനീർ പുറത്തു വിട്ട് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും മിനുവിനെ ജാഫർ ഇടുക്കി കലാഭവൻ മണിക്ക് കൂട്ടിക്കൊടുത്തു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം കള്ളുണ്ട് ഒന്നും അറിയത്തില്ല. എന്നാലും ഒരു 50% സത്യം ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യനെതിരെ, പ്രത്യേകിച്ചും മരിച്ചു പോയിട്ടുള്ള ഇത്രയും ഫേമസ് ആയിട്ടൊരു കലാകാരനെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുമോ എനിക്കറിയത്തില്ല. കാരണം ആ മരിച്ചുപോയ മനുഷ്യൻ്റെ കയ്യിൽ ഇനി പൈസയോ വേറൊന്നും കിട്ടാനില്ല. ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് വ്യാജമാണെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. സത്യങ്ങളും ഉണ്ടാവും, കള്ളങ്ങളും ഉണ്ടാവും, കുറച്ച് മസാല കഥകളൊക്കെ ആൻറ്റിയൊക്കെ കൂട്ടിയിട്ടും ഉണ്ടാകും. പിന്നെ ഒരുപാട് പേര് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എന്തിനാണ് മിനു എന്ന് പറഞ്ഞൊരു ലേഡി എല്ലാവരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ മുകേഷിനെ ആയിക്കോട്ടെ ജയസൂര്യനെ ആയിക്കോട്ടെ, ജയസൂര്യൻ്റെ പേര് കറക്റ്റ് പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. ജയസൂര്യക്കെതിരെ, മുകേഷിനെതിരെ, അതുപോലെ തന്നെ ഇപ്പം ജാഫർ ഇടുക്കി, കലാഭവൻ മണി, അതുപോലെ തന്നെ ബാലചന്ദ്ര മേനോൻ, ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ എന്തിനാണ് മിനു ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കോ, പണം തട്ടിയെടുക്കാനുള്ള ഒരു അടവിന് വേണ്ടിയിട്ടായിരിക്കോ ഈ മിനു മുനീർ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഞാനും അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ പണത്തിന് വേണ്ടി തന്നെയാണ് മിനു മുനീർ ഇങ്ങനെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് വിചാരിക്കും. വ്യാജ ആരോപണമാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് കേസ് കൊടുക്കാം, അല്ലെ? കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാനനഷ്ടത്തിന്, വ്യാജ കേസ് ആണെങ്കിൽ മാനനഷ്ടത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് മിനു മുനീറിനെതിരെ കേസ്, കൗണ്ടർ കേസ് അടിക്കാനും മുനീറിന്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാനും പറ്റും. അപ്പൊ അങ്ങനെ ഒരു നിയമമുള്ള സ്ഥിതിക്ക് മിനു മുനീർ ഇങ്ങനെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ കാണില്ലേ? അല്ലാതെ ഒരു സ്ത്രീ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറയുമോ? എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.